ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ ബ്ലൗസിൻ്റെ സ്ലീവിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്നതാട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു റൗണ്ട് ഷേപ്പ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഫ്ലവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു റൗണ്ട് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം സെൻറ്റർ പോർഷനിലൊരു റൗണ്ട് മാർക്ക് ചെയ്തതിന് ശേഷം കറക്റ്റ് രണ്ട് സൈഡിലേക്കും മെഷർമെൻ്റ് എടുത്തിട്ടാട്ടോ ഞാനിതുപോലെ റൗണ്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ വൂവൺ റോസാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ത്രെഡ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഓറഞ്ച് കളറിൽ ലൈറ്റും ഡാർക്കും കോമ്പിനേഷൻ വരുന്നൊരു ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ സാരി വരുന്നത് ആ ഒരു കളറിലാണ്. അപ്പോൾ ആ കളറിന് വേണ്ടി മാച്ച് ചെയ്തിട്ടുള്ള ഒരു കളർ എന്നുള്ള രീതിയിലാണ് ഇങ്ങനൊരു രണ്ട് ഡാർക്കും ലൈറ്റും കോമ്പിനേഷൻ കളർ ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ബ്ലൗസിനൊക്കെ എംബ്രോയ്ഡറി വർക്ക് ചെയ്യുമ്പം അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള നൂല് യൂസ് ചെയ്തിട്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്യാം കേട്ടോ. അപ്പം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ട് നോക്കണേ. വൂവൺ റോസ് ആണ് ചെയ്യുന്നത്. ആങ്കറിൻ്റെ ത്രെഡ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ കളർ കോഡും കാര്യങ്ങളൊക്കെ ഞാനിവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. 6 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ പൂ ചെയ്തെടുക്കുന്നത്. ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ള ഫ്ലവേഴ്സും ഇതുപോലെ തന്നെ വേറെ കളർ യൂസ് ചെയ്തിട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വേറൊരു ഷെയ്ഡാണ് കേട്ടോ. അതിൻ്റെ കളർ കോഡ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഈ 2 ത്രെഡ് മാത്രമേ നമ്മൾ ഈ ഒരു എംബ്രോയ്ഡറി ഡിസൈനിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. വേറെ ഒരുപാട് കളേഴ്സ് ത്രെഡോ കാര്യങ്ങളോ ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഈ 2 കളർ ത്രെഡ് മാത്രമേ ആഡ് ചെയ്ത് ചെയ്യുന്നുള്ളൂ കേട്ടോ.
ഫ്ലവേഴ്സ് ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 2 കളർ മാത്രം യൂസ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ഹാഫ് ബീഡ്സ് ആണ്. അപ്പം അതിൻ്റെ ഫ്ലവറിൻ്റെ ഒരു സെൻറ്റർ പോർഷനിൽ ഹാഫ് ബീഡ്സ് ഞാൻ ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഫാബ്രിക് ഗ്ലൂ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഫാബ്രിക് ഗ്ലൂ തന്നെ മതി. അത് യൂസ് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നിന്നോളൂ. കുറച്ച് സമയം എടുക്കും, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ത്രെഡിൻ്റെ മുകളിലായി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടിയിരിക്കാനൊക്കെ പറ്റും. കൂടുതൽ സമയമൊന്നും വെക്കണമെന്നില്ല കേട്ടോ. ഞാൻ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബീഡ്സൊക്കെ നന്നായി ഉണങ്ങിയതിന് ശേഷം ആ ബാക്കി വന്നിട്ടുള്ള ഗ്യാപ്പിൽ മുഴുവനായിട്ട് ഞാൻ നമ്മളിപ്പോൾ ഫ്ലവർ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള സെയിം കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു ഫ്രഞ്ച് നോട്ട് പോലെ സ്പ്രെഡിങ്സ് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ 2 കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. രണ്ട് കളർ യൂസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോണോ ഇതുപോലെ ചെറിയ ബീഡ്സോ കാര്യങ്ങളൊക്കെ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പക്ഷേ ഈ 2 കളർ ത്രെഡ് മാത്രം യൂസ് ചെയ്തിട്ട് ഒരു ഫുള്ളി ഹാൻഡ് എംബ്രോയ്ഡറി പോലെയാണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് നമ്മൾ എംബ്രോയ്ഡറി ത്രെഡ് മാത്രം യൂസ് ചെയ്തിട്ട് സ്റ്റോൺ ഇല്ല, ബീഡ്സ് ഇല്ല, ഒന്നുമില്ല. നമ്മൾ ചെറിയ ഹാഫ് ബീഡ് മാത്രം ആ ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷനിൽ കൊടുത്തിട്ടുള്ളൂ. നമുക്കിതിപ്പോൾ ഫുള്ള് നമ്മൾ വൂവൺ റോസ് ചെയ്തത് കൊണ്ടാണ്. ഗ്യാപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ സെൻറ്റർ പോർഷനിലൊക്കെ നമുക്ക് ഫ്രഞ്ച് നോട്ട് വെച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രം നമുക്കിങ്ങനെ ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 2 പൂക്കളുടെ കളർ മാത്രം യൂസ് ചെയ്തിട്ട് ഫുള്ള് ഫ്രഞ്ച് നോട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ്.
നമ്മുടെ ബ്ലൗസിൻ്റെ സ്ലീവ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. വേറെ അഡീഷണൽ നമുക്ക് സ്റ്റോണോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനിതിൽ ഇത് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പം എല്ലാവർക്കും ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.